ഇ.കെ. ഉസ്താദ് തന്നെ അത് പറയട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് വരാം. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാരോടെങ്കിലുമുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തോ പ്രശ്നമല്ല. ഇത് അടിസ്ഥാന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ തന്നെ പൊളിക്കുന്ന രൂപത്തിൽ ഇടപെടലുകൾ വരുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടാവുകയാണ്. ഇ.കെ. ഉസ്താദിന്റെ വാക്കുകൾ കേട്ടുനോക്കൂ. സംശയവുമില്ല, ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് അനുവദിക്കുകയുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു രോമം കുറയ്ക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്നും പുറത്തുപോയി കുറെ 3-4 പുറത്തുപോയി അത് കൂടിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇത് തുന്നിയാവൂല. ഞങ്ങളാണ് തുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളാണ് അംഗീകരിക്കുകയില്ല. ഇത് ശംസുലമായി പറഞ്ഞിട്ട് കാലങ്ങളായിണ്ടാവും. എന്താണ് അതിൽ പറഞ്ഞ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞുപോയവർ അവർ യഥാർത്ഥത്തിൽ സുന്നിയല്ല, ഞങ്ങളാണ് സുന്നികൾ എന്ന് പറഞ്ഞതുകൊണ്ട് ആളുകൾ അത് അംഗീകരിക്കുകയും ഇല്ല. ആരാ ഇ.കെ. ഉസ്താദ്? പിരിഞ്ഞുപോയ ആളുകളുടെ മുഴുവനും ഗുരുവാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ ഗുരുവാണ്. ഇപ്പൊ നമ്മളോട് പറയണ്ടല്ലോ ഉസ്താദുമാരെ നോക്കണില്ല. നമ്മൾ ഉസ്താദിന്റെ കൂടെയല്ലേ ഉള്ളത്? ഏറ്റവും വലിയ അടിത്തറയിലല്ലേ നമ്മളുള്ളത്? ഇവരങ്ങനെയല്ല. എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേരെ ഉസ്താദാണ് ഓക്കെ ഉസ്താദ്. ഓക്കെ ഉസ്താദിന്റെയും ഉസ്താദാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾ. അപ്പൊ നോക്കൂ നിങ്ങൾ, അവര് ഉസ്താദിന്റെ ഉസ്താദായി നിൽക്കുന്ന ആള് തന്നെ പറയുകയാണ് ഇവര് സുന്നിയല്ല. അത് പിന്നെ പുലർന്നു വരുമല്ലോ. ഇവര് പറയുന്ന ഒരു സനദും അവിടെ കിട്ടുകയുമില്ല. കാരണം ഉസ്താദ് തന്നെ സുന്നിയല്ല അറിഞ്ഞാൽ പിന്നെ ഇതിലെ സനദ് പോവാ, ഒരു രക്ഷയുമില്ല. മാത്രല്ല അത് പറഞ്ഞിട്ട് നിർത്തിയതുമില്ല. സുന്നത്ത് കഴിക്കാത്ത സുന്നി എന്നാണ് അതിന്റെ ശേഷം മഹാനവറുകൾ പറഞ്ഞത്. അന്ന് അതൊക്കെ ആദ്യം കേൾക്കണം, നല്ലത്. അങ്ങനെ വരുന്ന വിഷയങ്ങളിലേക്ക് അത് ആവശ്യമുണ്ട്. പറഞ്ഞോളൂ. എന്നിട്ട് എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിച്ചിട്ട് ആൾക്കാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. അത് ശംസുൽ ഉലമ അങ്ങനെ വെറുതെ പറയുന്നതല്ല. ഇവര് സ്വന്തം ഉസ്താദിനെതിരിൽ ആ കാലഘട്ടത്തിൽ ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയാണ് സമസ്തയുടെ. ആ കാലത്ത് തന്നെ ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞ അപ്പുറത്തൊരു സമസ്ത ഉണ്ടാക്കി അതിന്റെ സെക്രട്ടറി ഞാനാണെന്നും പറഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒതുക്കുങ്ങൽ ഇഹ്യാഉ സുന്നന്റെ മുന്നിൽ ഞാനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ പറയാം അതാണ് യഥാർത്ഥ ഇഹ്യാഉ സുന്ന, അതിന്റെ പ്രിൻസിപ്പൾ ഞാനാണ്. അതിനപ്പുറമാണല്ലോ ഇവിടെ ചെയ്ത്. എന്നിട്ട് നിരന്തരം ലേഖനങ്ങൾ എഴുതി 1998 ഒക്ടോബറിൽ ഇറങ്ങിയ സിറാജ് പത്രത്തിന്റെ ഒരു ലേഖനം, വളഞ്ഞ മോന്തായം തിരിഞ്ഞ കഴുക്കോലും, അങ്ങനെയാണ് അന്ന് അങ്ങനെ എഴുതുക. ഈ വളഞ്ഞ മോന്തായം എന്ന് പറയുന്ന ആരാന്ന് ഞാൻ ലേഖനം വായിച്ചു നോക്കുമ്പോൾ അത് ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞതാണ്. ശംസുൽ ഉലമ പണത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ മാറ്റിമറിച്ചു എന്നാണ് സിറാജ് ലേഖനത്തിന്റെ ആകത്തുക. തിരിഞ്ഞ കൈക്കോൽ എന്ന് പറഞ്ഞത് ഇ.കെ. ഉസ്താദിന്റെ കൂടെയുള്ള മറ്റു മുഷാവറ മെമ്പർമാരെ കുറിച്ച് പറഞ്ഞതാണ്. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ശംസുൽ ഉലമയെ നിങ്ങളിവിടെ മൂടി വെച്ച് നമ്മളാരോ ആകണം എന്ന് കരുതിയാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ശംസുൽ ഉലമക്ക് മശായിഖന്മാര് നൽകുന്ന പിന്തുണയാണ്.
അതുകൊണ്ട് അതിങ്ങനെ ഉയർന്നുയർന്നു വരും. ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ, ഇവരുണ്ടാക്കിയ അബദ്ധ വാദങ്ങൾ, ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് മശായിഖന്മാർ. അതൊക്കെ തിരുത്തി എഴുതാൻ. നിങ്ങൾ അങ്ങനെ മൂടി വച്ചാൽ കാണാതെയായി പോകുന്നതല്ല ശംസുൽ ഉലമ. ഞാൻ പറഞ്ഞില്ലേ, ശംസുൽ ഉലമ എന്ന് പേരിട്ടത് തന്നെ ആരാണ് എന്ന് ചോദിച്ചിട്ട് ഗവേഷണം നടക്കുകയല്ലാതെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വരുന്നത് ശംസുൽ ഉലമയുടെ ആദർശം, ശംസുൽ ഉലമയുടെ നയം, അവിടെയാണ് നമ്മളുള്ളത്. അതിൽ മാറ്റമില്ല. ശംസുൽ ഉലമ തന്നെ മശായിഖുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന പ്രസക്തമായൊരു ഭാഗം നമുക്ക് ആദ്യം കേൾക്കാം. അത് ദീനിന്റെ അടിത്തറയാണ്.